മലയാള സിനിമയിലേക്ക് ഒരു താരപുത്രി കൂടി എത്തുന്നു. ഇന്ദ്രജിത്തിന്റെയും പൂർണിമ ഇന്ദ്രജിത്തിന്റെയും മകൾ നക്ഷത്രയാണ് പുതിയ താരം. ടിയാൻ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ടാണ് നക്ഷത്രയുടെ അരങ്ങേറ്റം. ഇന്ദ്രജിത്തും പൃഥ്വിരാജും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് ടിയാൻ. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ വേഷമാണ് നക്ഷത്രയ്ക്ക്. നടിയായ പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും മകളായ നക്ഷത്രയും സിനിമയിലേക്ക് എത്തിയതോടെ സുകുമാരന്റെ കുടുംബത്തിലെ മൂന്നാം തലമുറയാണ് സിനിമയിലേക്ക് എത്തുന്നത്. പൂർണിമയുടെയും ഇന്ദ്രജിത്തിന്റെയും ഇളയ മകളാണ് നക്ഷത്ര. മൂത്ത മകൾ പ്രാർത്ഥന ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലൂടെ ഗായികയായിട്ടും അരങ്ങേറ്റം കുറിച്ചിരുന്നു. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ചിത്രമാണ് ടിയാൻ. കാഞ്ചിക്ക് ശേഷം GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രം കാത്തിരിക്കുന്നത്. അമർ അക്ബർ അന്തോണിക്ക് ശേഷം പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് ഇത്. നക്ഷത്രയുടെ അരങ്ങേറ്റത്തെ കുറിച്ച് ഇന്ദ്രജിത്ത് ഫേസ്ബുക്കിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ മകളായിട്ട് തന്നെയാണ് നക്ഷത്ര അഭിനയിക്കുന്നത്. മറ്റൊരു പുതിയ താരം കൂടി മലയാള സിനിമയിലേക്ക് എത്തുന്നു. സമീപ വർഷങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലെ നായികയെ പരിചയപ്പെടുത്തി പുതിയ പോസ്റ്റർ എത്തി. നിമിഷ സജയനാണ് ഫഹദ് ഫാസിലും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയിലെ നായിക. ദിലീഷ് പോത്തന്റെ അവതരണ മികവും കാസ്റ്റിംഗും സിനിമയിലേക്ക് വേണ്ടിയുള്ള അതിസൂക്ഷ്മ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ചർച്ചയാക്കിയിരുന്നു. ഫഹദിന്റെ കഥാപാത്രം ഒരു സാധാരണക്കാരനാണ്. മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാൾ. അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ. ഇതൊരു ഭയങ്കര ചെറിയ സിനിമയാണ്. ചെറിയ ക്യാൻവാസിൽ ചെയ്യുന്ന സിനിമ, ചെറിയ പ്ലോട്ടുള്ള സിനിമ. മഹേഷിന്റെ കഥ പറഞ്ഞത് ഇടുക്കിയിലാണ്. അതൊരു നടന്ന കഥയായിരുന്നു. മഹേഷിന്റെ പ്രതികാരത്തിൽ ഇടുക്കിയിലുള്ള പ്രാധാന്യം പോലെ പുതിയ സിനിമയിൽ അത് നടക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല. ഒരു പ്രദേശത്തിന്റെ കഥയല്ല ഇത്. എന്നാൽ പ്രദേശത്തിന് കഥയിൽ പ്രാധാന്യമില്ലെന്നല്ല, ഈ സിനിമ സംസാരിക്കുന്ന വിഷയം ആ പ്രദേശത്തിന്റെ മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. മഹേഷിന്റെ പ്രതികാരത്തെക്കാൾ കുറച്ചുകൂടി കോമൺ ആണ് ഈ സിനിമ സംസാരിക്കുന്ന വിഷയമെന്ന് ദിലീഷ് പോത്തൻ പറഞ്ഞു. രാജീവ് രവിയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് എന്നൊരു വലിയ പ്രത്യേകത കൂടി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിനുണ്ട്. മാധ്യമപ്രവർത്തകനായ സജീവ് പാഴൂരാണ് ചിത്രത്തിന്റെ തിരക്കഥ. ബിജിബാലാണ് ചിത്രത്തിന്റെ സംഗീതം. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ഈദ് റിലീസായി തിയേറ്ററുകളിലെത്തും.